ഡയറക്ടർ അവിടെ പൊസിഷൻ ഒന്നും കൊടുത്തില്ല. എല്ലാവരും മര്യാദയ്ക്ക് ഇരിക്കുമ്പോൾ കുരങ്ങോട്ട് കയറി ഇരിക്കുന്ന പോലെ അതിൻ്റെ മേളിൽ ഇങ്ങനെ ഇരിക്കുക. എൻ്റെ ശ്രദ്ധ മുഴുവൻ ഇവൻ്റോട്ടാണ്. ഇങ്ങനെ ചുമ്മാ ഇരിക്കണം, പറഞ്ഞു തീർക്കട്ടണം. നിങ്ങളെയൊക്കെ വിളിച്ചു നിർത്തി നടത്തുന്ന ഒരു ചടങ്ങ് വരെ എത്തിയിരിക്കുന്നു. അത്രയും ലേറ്റസ്റ്റ് സിനിമാ ചടങ്ങുകളൊക്കെ. എന്തായാലും ശബ്ദം അടച്ചതാ കേട്ടോ. മദ്രാസിൽ വെള്ളപ്പൊക്കത്തിൽ ഒച്ച അടച്ചിട്ട് ഇതുവരെ ശരിയായില്ല. ഇനി മമ്മൂക്കയ്ക്ക് ഡബ് ചെയ്യാൻ പോകുന്നു. എപ്പോൾ ശരിയാവുമെന്ന് അറിയത്തില്ല. ഷൂട്ടിങ് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോകുന്നു. ഇനി കുറച്ച് പടങ്ങൾ ബുദ്ധിമുട്ടൊക്കെ ആകുമ്പോൾ മമ്മൂക്ക പിന്നെ വേറെ നമ്മുടെ ഞാൻ അലൻസീറിനെ വിളിക്കുന്ന പെരേര എന്നാണ്. അതായത് ബിജു മേനോൻ അവർക്കൊക്കെ ഡബ് ചെയ്യാന്നുള്ള പ്രതീക്ഷ. എന്തായാലും അധികം ദീർഘിപ്പിക്കണം. ഒപ്പടാണ് നിഷാദ് എൻ്റെ വരാൻ പറഞ്ഞ എനിക്കൊരു ബലത്തിന് നീ മര്യാദയ്ക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടി അവിടെ നിന്ന് നീ ചാടും. നിഷാദ് എൻ്റെ സ്വന്തം ഒരു സഹോദരനെ പോലെയാണ്. കാരണം എന്നെക്കാൾ കൂടുതൽ എൻ്റെ ഭർത്താവ് സിബ്ലിങ്സ് അല്ല, നീ വേറെ സിബ്ലിങ്സ്. ഇങ്ങനെ ചുമ്മാ ഇരിക്കണം, പറഞ്ഞു തീർക്കട്ടണം. അപ്പോൾ നിഷാദിൻ്റെ പടത്തിൽ ഇതിന് മുമ്പ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിരസിക്കാൻ പറ്റാത്ത ഒരു പ്രതിഭയാണ് ഇദ്ദേഹം. ഇപ്പോൾ കേക്കിൻ്റെ കാര്യം വിക്കി പറഞ്ഞില്ല, അതുപോലെ തന്നെ പല തളർന്നു നിന്നിട്ടും അതിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്നത്തെ തലമുറയിലെ ചിലർക്കെങ്കിലും എം.എ. നിഷാദിനോടൊരു വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ദയവീത് മറക്കുക. കാരണം നിഷാദ് മനസ്സിൽ തോന്നിയതിന് പെട്ടെന്ന് പടപെടാന്ന് പറയുന്ന ആളാണ്. പക്ഷെ സുന്ദരമായിട്ട് സദസ്സിനെ കയ്യിലെടുത്ത് സംസാരിക്കാൻ അറിയുന്ന ആളുമാണ്. അപ്പം മറക്കണം, പൊറുക്കണം. ഇത് കലാരംഗമാണ്. നമ്മളൊരു പാതയെ കൂടെ നടക്കും, നമ്മുടെ ഒപ്പം ചിലർ സഞ്ചരിക്കും. പകുതിയിൽ അവർ മാറും, പുതിയ ആൾക്കാർ വരും. നിന്റെ അല്ലടാ ചെറുക്ക. ഞാൻ ഈ പയ്യനെ കുറിച്ച്, ഈ ചെറുക്കനെ കുറിച്ച് ഞാൻ കേട്ടത് അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. കാരണം പ്രായം എത്രയാണെന്ന് ചോദിക്കുന്നില്ല, പക്ഷെ പക്വത വന്നിട്ടില്ല. അപ്പം ഞാൻ ഷൂട്ടിങ്ങിൽ ആദ്യത്തെ മമ്മിയുണ്ടോ മാമിയെ കേൾക്കണം കേട്ടോ. ആദ്യത്തെ ദിവസം ഷൂട്ടിങ്ങിൽ ഒരു ഫ്ലാറ്റ് നിൽക്കുമായിരുന്നേ. അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റും ഉണ്ട്. ഒരു ബർത്ത്ഡേ സീൻ എടുക്കുക മുകേഷേട്ടന്. അപ്പോൾ ഞങ്ങളെല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്യുന്നു. എല്ലാവരും ദുബായാണ്, മറ്റൊരു വ്യക്തിയുടെ വീടാണ്. അപ്പോൾ നമ്മൾ അച്ചടക്കം പാലിച്ചിരിക്കണമല്ലോ. ഞാൻ നോക്കിയപ്പോൾ ഈ ചെറുക്കൻ മാത്രം ആ സോഫയുടെ വിളിമ്പി കയറിയിരിക്കുന്നു. ഇങ്ങനെ ഡയറക്ടർ അവിടെ പൊസിഷൻ ഒന്നും കൊടുത്തില്ല. എല്ലാവരും മര്യാദയ്ക്ക് നിൽക്കുമ്പോൾ കുരങ്ങോട്ട് കയറി ഇരിക്കുന്ന പോലെ അതിൻ്റെ മേളിൽ ഇങ്ങനെ ഇരിക്കുക. എൻ്റെ ശ്രദ്ധ മുഴുവൻ ഇവൻ്റോട്ടാണ്. പിന്നെ അങ്ങോട്ട് വീഴുമോ ഇങ്ങോട്ട് വീഴുമോ. Durga Krishna, and she's right here. Please give it up for her. Onne need to niku Durga, please. Come on, Lulu Mall. Accept her with your claps. നിഷാദാണ് ഡയറക്ഷൻ. ഇക്കടെ കൂടെയുള്ള എൻ്റെ ഫസ്റ്റ് പടമാണ്. അപ്പം ഇതിനകത്തേക്ക് എന്നെ ഈ ഒരു സ്റ്റോറി കഥ വന്ന് പറയുമ്പം എന്നെ അട്രാക്ട് ചെയ്തൊരു കാര്യം ഇതിനകത്തൊരു ഹ്യൂമറാണ്. ഞാനിതുവരെ ഒരു ഹ്യൂമർ പടം ചെയ്തിട്ടില്ല. പിന്നെ ഇതിനകത്ത് മറ്റ് കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഹ്യൂമറിൻ്റെ കിങ് എന്ന് പറയാം. മുകേഷ് ചേട്ടൻ, ധ്യാൻ, ഉർവശി ചേച്ചി. അപ്പം അവരൊക്കെ അവരുടെ കൂടെ അഭിനയിക്കുക എന്ന് പറയുന്നതും വലിയൊരു ഭാഗ്യമായിട്ട് കാണുകയാണ്. അപ്പം ഇപ്പോൾ ഇന്ന് നമ്മളുടെ ഇതിനകത്ത് തിരുവനന്തപുരമേ എന്നൊരു സോങ്, തിരുവനന്തപുരത്തിനെ വെച്ചുകൊണ്ടുള്ളൊരു പാട്ട് ഇന്ന് ലോഞ്ച് ചെയ്യുകയാണ്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം ട്രിവാൻഡ്രത്തിൽ നിന്നുകൊണ്ട് തിരുവനന്തപുരത്തെ ആൾക്കാരുടെ ഒപ്പം ഇരുന്ന് ആ പാട്ട് കാണാനും രസിക്കാനും ഉള്ളൊരു ഭാഗ്യം കിട്ടി. അപ്പം അതിൽ വലിയൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. ഞാൻ അത്രയും ഹാപ്പിയാണ്. അപ്പം പടം റിലീസ് ചെയ്യാറായി. നെക്സ്റ്റ് മന്ത് 2 പടം റിലീസ് ചെയ്യാണ്. അപ്പം മൊത്തത്തിൽ എല്ലാവരും അതിൻ്റെ ഒരു സന്തോഷത്തിലും ത്രില്ലിലുമാണ് ഞങ്ങളെല്ലാവരും. ലുലു മാൾ ട്രിവാൻഡ്രം ലുലുവിൽ ഫസ്റ്റ് ടൈം അല്ല, ഇതിന് മുമ്പ് ഞാൻ ഒരു തവണ വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു ഫങ്ഷന് ആദ്യമായിട്ടാണ് ലുലു മാളിൽ വരുന്നത്. മുമ്പ് വന്നത് മാസ്കൊക്കെ ഇട്ട് ആരും അറിയേണ്ട പെട്ടെന്ന് ഓടി പോകുമായിരുന്നു. പക്ഷേ ഇങ്ങനെ എല്ലാവരും മുമ്പിൽ ഇരിക്കാനും ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് ട്രിവാൻഡ്രം ലുലുവിൽ. ആദിത്യ വർമ്മജിയാണ്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് കുതിരമാളിക പോലെയുള്ളത് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞത്. പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെ, സോ അതിൻ്റെ കുതിരമാളിക ഉൾപ്പെടെ എല്ലാം നമുക്ക് നൽകിയത് വർമ്മജിയാണ്. എൻ്റെ സുഹൃത്ത് എബിയും ചിക്കുവും ഒക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഇവാനിയസ് കാലകൾ ജാസ് ഉൾപ്പെടെയുള്ളവരുണ്ട്. ലോഞ്ച് ടീസർ. താങ്ക് യു. ആക്ടേഴ്സിന് എനിക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെ ഒരു വലിയ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എവിടെയും തരംഗമായി സൃഷ്ടിക്കുന്ന അയ്യരൻ അറേബ്യ എന്ന് പറയുന്നത് ശ്രീനിവാസ് അയ്യരും ജാൻസി റാണിയും
ഓട്ടന്നെ പറ്റുന്നില്ല, പക്ഷെ ഉറുഷി മാൻ വരുന്നുണ്ട്, നമ്മൾ ഗ്രേറ്റ്. പിന്നെ വരില്ല എന്ന് പറഞ്ഞ ഒരാള് ഹൈദരാബാദിൽ നിന്ന് സ്വന്തം കാശ് എന്ത് പറയാന്ന് പോസ്റ്റർ ഷൈൻ പറഞ്ഞു പോസ്റ്റർ. വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു, എടോ ഷൈൻ വന്നിടൂ. ആ ഒരു പറച്ചില് സത്യത്തിലാണ്. ഇദ്ദേഹം നിന്റെ ഏട്ടനാണെന്ന് പറയുന്നത് വെറുതെ അല്ല. ദുബായ് സിനിമയിലെ അയ്യർ കണ്ട ദുബായ്, അയ്യർ ഇൻ ദുബായ്, അതെല്ലാം മാറിയിട്ട് ഇപ്പം അയ്യർ അറേബ്യ എന്നാണ് മാറ്റിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പാട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വാക്കാൽ ഔപചാരികമായിട്ട് റിലീസ് ചെയ്യുന്നു. ബാക്കി നിങ്ങൾ കാണുക. ഞാൻ പിന്നെ നിങ്ങളോടൊപ്പം സ്ക്രീനിൽ കാണുന്നു. താങ്ക് യു സോ മച്ച്.